പ്രിയപ്പെട്ടവർ, ആദ്യമേ പറയട്ടെ, നിറഞ്ഞ സന്തോഷം. അത് ഒരു ഭംഗിവാക്കല്ല, കഥകളിലെ വാക്കിൻ്റെ ആത്മസത്യങ്ങൾ പോലെ തന്നെ ഞാൻ പറയുന്ന വാക്കിലും ഈ ആത്മഛായ ഉണ്ടാകണമെന്ന് നിർബന്ധം ഒരാൾ പറയുകയാണ്. സന്തോഷവും. കാരണം ഇത് എൻ്റെ വ്യക്തിപരമായ സന്തോഷത്തിലല്ല ഞാൻ പറയുന്നത്. എഴുത്തിനെ പറ്റി, കഥയെപ്പറ്റി, കവിതയെപ്പറ്റി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമ്മുടെ വ്യവഹാരങ്ങളെ പറ്റിയൊക്കെ കേൾക്കുക, പറയുക, അതിനുവേണ്ടി കാത്തിരിക്കുക, ശ്രമിക്കുക എന്നതൊക്കെ അത്യത്ഭുതങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഇത്രയും പേർ. ഇതിലെനിക്ക് പേരെടുത്ത് പറയാവുന്ന അനവധി പേരുണ്ട്. എൻ്റെ പഴയ സുഹൃത്തുക്കളുണ്ട്, എൻ്റെ നാട്ടിൽ നിന്ന് വന്നവരുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ആ നിലയ്ക്ക് അതൊരു ശരികളുണ്ടാവും. രാജേന്ദ്രയുടെ ഇരിക്കുന്നുണ്ട്, വായനശാലൻ്റെ ഏതോ വായനശാലത്തൊക്കെ രാജ്യമുണ്ട്, ശ്രീധരേട്ടുണ്ടായിരുന്നു, പലരുണ്ട്. എൻ്റെ മുമ്പിൽ ബാലേട്ട ഇരിക്കുന്നു, എൻ്റെ അച്ഛനൊപ്പം പ്രവർത്തിച്ചിരുന്ന, ഞാൻ ബാലേട്ടെന്ന് മാത്രം വിളിക്കുന്നു അദ്ദേഹം. ഇങ്ങനെ ഓരോരുത്തരെയും എനിക്ക് പേര് വിളിക്കാം. ഇതിൻ്റെ മൊത്തം നിറവിൽ സൗഹൃദങ്ങൾ മാത്രമല്ലല്ലോ, സൗഹൃദങ്ങൾക്ക് അപ്പുറത്തുള്ള നമ്മുടെ ജീവിതത്തെ പറ്റിയാണ് നമ്മളൊക്കെ പറയുന്നത്. അനിലിത്തരം ഒരു സംഭവം, ഒരു സംഘാടനത്തിൻ്റെ തുടക്കം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനെപ്പോഴും എന്നെ പറ്റി പറയുമ്പോഴോ എന്നെ പറ്റി ചർച്ച ചെയ്യുമ്പോഴോ വിമുഖനാവുന്ന ഒരാളാണ്. അതൊരു പക്ഷേ അതൊരു ചില കാഴ്ചപ്പാടുകളുടെ ഭാഗമാണ്. അത് മറ്റൊരാളുടെ ചർച്ച ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മാറിക്കൊടുക്കുന്നത് വളരെ പേഴ്സണലായിട്ട് പറയാം. അപ്പം അതിലല്ല, അത് നിങ്ങളുടെ പുസ്തകം അക്കാദമി അംഗീകരിച്ചിട്ടുള്ളതാണ്, അത് ചർച്ച ചെയ്യണം, നിങ്ങളുടെ ഒരു ആവശ്യമാണ്. ആ രീതിയിലാണ് ഇതിൻ്റെ ആലോചന വരുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ് എൻ്റെ നാട്ടിൽ പുതുക്കരയോ അടിയതോ ആ പ്രദേശങ്ങളിലൊക്കെ വെച്ച് ചെയ്യാം. ഞാൻ പറഞ്ഞ ദയവീത് അവിടെ പാടില്ല. കാരണം അവിടെ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ നാട്ടുകാരുടെ എല്ലാ അഭിപ്രായ കാരണങ്ങളും മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു കൂടിച്ചേരലുണ്ടായി, ഒരു സ്നേഹസംഗമം. ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന എൻ്റെ കഥകളെ പറ്റിയുള്ള ആലോചനകളും ചർച്ചകളും ഒക്കെ ഉണ്ടായി. അതും ഒരു അത്ഭുതമാണ് ഇക്കാലത്ത്. കഥകളെപ്പറ്റി നമ്മൾ എഴുതിയത് എവിടെയോ അലവ് വായിക്കുന്നു, അത് അവരുടെ അകത്തേക്ക് പോകുന്നു, അത് അവരായിട്ട് തോന്നുന്നു. അടച്ചു വെച്ചാലും ഇവിടെ അവസാന സന്ദീപൊക്കെ പറഞ്ഞതുപോലെ അടച്ചു വെച്ചാൽ ഈ കഥാപാത്രങ്ങൾ അവർക്കുള്ളിൽ ജീവിക്കുന്ന ചില അനുകരണങ്ങൾ സൃഷ്ടിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നത് ഏതൊരു എഴുതുകാരെ സംബന്ധിച്ചും വലിയ സാധ്യതയാണ്. എഴുതിയത് എവിടെയോ എത്തുന്നു. ഏതോ ഓളപ്പാടുകളുടെ എംപിയുടെ വാർത്ത പറഞ്ഞാൽ കാലത്തിൻ്റെ ഓളപ്പാടുകളിലൂടെ സഞ്ചരിച്ച് അജ്ഞാതരായ ഏതോ കടവുകളിൽ കാത്തിരിക്കുന്ന വായനക്കാരുടെ മുമ്പിൽ നിവേദ്യം പോലെ ഈ അക്ഷരങ്ങൾ എത്തുന്നു എന്ന അറിവ് വലിയ സായുജ്യമാണ്. തീർച്ചയായിട്ടും എൻ്റെ ഈ അടുത്ത കാലത്താണ് എൻ്റെ തെരഞ്ഞെടുത്ത കഥകൾ. ഞാൻ എൻ്റെ കഥയിൽ പറഞ്ഞുകൊണ്ട് ഈ PG-യിലേക്ക് വരികയാണ് കേട്ടോ. രണ്ടും കൂടി ഒന്നിച്ചായതുകൊണ്ട് വലിയ സൗകര്യമുണ്ട്. അല്ലെങ്കിൽ അതൊരു 40 വർഷത്തോളമായിട്ട് വേണമെങ്കിൽ കണക്കെടുക്കുകയാണ്. ഇതൊരു തരം ഒരു 40 വർഷത്തോളമായിട്ട് ഞാൻ മലയാളത്തിൽ കഥ എഴുതുന്നുണ്ട്. 40ാം വർഷത്തിൽ ഞാൻ സമാഹരിക്കപ്പെടുമ്പോൾ 39 കഥകളാണുള്ളത്. ആ നിലയ്ക്ക് വർഷത്തിൽ ഒരു കഥ പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനെപ്പറ്റി ശ്രീലതാവർമ്മ അക്കാദമിക്കൽ കൗൺസിലൊക്കെയാണ് എഴുത്തുകാരിയാണ്. അവർ ചോദിച്ചു, ഒരു കഥയെ കൂടി ചേർത്തത് 40 ആക്കാമായിരുന്നല്ലോ, ഒരു 40 വർഷത്തിൻ്റെ 40 കഥകൾ എന്ന് പറയുന്ന ഒരു സാദൃശ്യമോ ഒക്കെ ഉണ്ടാകുമായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ അത്തരം ക്രോണോളജിയിൽ വിശ്വസിക്കുന്ന ഒരാളല്ല. എഴുതാനുള്ളപ്പോൾ എഴുതുന്നു, അതങ്ങനെ സംഭവിക്കുകയാണ്. അതിൻ്റെ ഒരു സ്വാഭാവികത, അതിൻ്റെ നൈസർഗികത, അതിൻ്റെ സമ്മർദ്ദങ്ങളിൽ, അതിൻ്റെ സംഘർഷങ്ങളിൽ സംഭവിക്കുന്ന ഒരു വാൽവാണ് എന്നെ സംബന്ധിച്ച് എഴുതുന്നത്. ഇപ്പോൾ ഫസീല തന്നെ പറഞ്ഞു, ഫസീലയെ വളരെ അടുത്തറിയാം, കാലങ്ങളായിട്ട് അറിയാം. കേരള കോളേജിലെ അധ്യാപക ജീവിതം തൊട്ട് എനിക്കറിയാം. പക്ഷെ ഫസീല പറയുന്നത് എൻ്റെ കഥകളിലേക്ക് ഇപ്പോഴാണ് വരുന്നത്. ശരിയാണ്. ഞാൻ ഈയിടെ തിരുവനന്തപുരത്ത് ഇപ്പം കഴിഞ്ഞ നിയമസഭാ പുസ്തകോത്സവത്തിൽ പോവുകയും അവിടെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാനുള്ള സമ്മതമുണ്ടായി. പ്രകാശനം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വന്ന് അവിടെ ധാരാളം സ്റ്റാളുകളുണ്ട്. ഒരു പുതിയ പബ്ലിഷർ എന്നെ കണ്ട് എന്നെ ഒരാൾ പരിചയപ്പെടുത്തിയത് ഏത് രാജ്യം എന്നറിയുന്നു. എനിക്കതിൽ അത്ഭുതമില്ല. എൻ്റെ കഥകൾ അങ്ങനെ പരക്കെ വായിക്കപ്പെടുകയോ ഞാൻ അങ്ങനെ ഒരിക്കലും വളരെ പോപ്പുലറായ ഒരു എഴുത്തുകാരനായിട്ട് മാറുകയോ സ്വയം നടിക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് എൻ്റെ സത്യമെന്നത്. ഞാൻ ഇവിടെ നിൽക്കുന്നത് കണിമംഗലത്ത് നിൽക്കുമ്പോൾ ഈ ഓർമ്മകളെ പറ്റി പറയണ്ട. ഞാൻ ഓർമ്മകളിലേക്ക് കൂടുതൽ പോകുന്നത് ശരിയല്ല. ഓർമ്മകൾ എൻ്റെ കഥകളുടെ ഇന്ധനമാണ്, ഊർജമാണ്. അതിൻ്റെ എത്ര കുടിച്ചാലും ഇനിയും ബാക്കി കിടക്കുന്ന ഒരുപാട് വ്യഞ്ജനങ്ങളാണ് നൽകുന്നത്. പക്ഷെ അത് മാത്രമാവരുതല്ലോ കഥ. ഓർമ്മ എഴുത്ത് എന്ന് പറയുന്ന ചുരുക്കത്തിലേക്ക് കഥ പോയാൽ ഒരുപക്ഷെ വായനക്കാരനായിട്ട് ഞാൻ മാത്രം ഉണ്ടാകും.
അത് മറ്റൊരാളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, മറ്റൊരു ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ, മറ്റൊരാളുടെ അനുഭവമായിട്ട് മാറണമെങ്കിൽ, ഇതെന്റെയും കാലമാണല്ലോ, ഇത് ഞാൻ കടന്നുപോയ ജീവിത സന്ദർഭങ്ങളാണല്ലോ എന്ന് ഏതോ വായനക്കാരനെ അനുഭവിപ്പിക്കണമെങ്കിൽ ഓർമ്മകളുടെ രസക്കൂട് മാത്രം പോരാ. അവിടെയാണ് കഥയുടെ ചില മാന്ത്രികതകൾ, കഥയുടെ ചില വിന്യായങ്ങൾ, അതിന്റെ രാസപ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഞാൻ കഥയുടെ രചനയുടെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഓർമ്മകൾ മാത്രമല്ല പ്രവർത്തനക്ഷമമാകേണ്ടത്, അതിൽ നിന്ന് മറ്റേതൊക്കെയോ തലങ്ങളിലേക്കും ഒക്കെ വ്യാപരിക്കാൻ പ്രാപ്തിയുള്ള ഒന്നായിരിക്കണം കഥ, ഏതൊരാളുടെ കഥ. അതിൽ ഒരു ഘടകം ഓർമ്മയാവാം. ഓർമ്മയെ പക്ഷേ എങ്ങനെ ഉപയോഗിക്കുന്നു, ഏത് തരത്തിൽ അത് പ്രവർത്തിക്കുന്നു, ഏതെല്ലാം കാലങ്ങളിലൂടെ, ഇത് അവിടെ നിൽക്കട്ടെ. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട അയ്യൻ വേലായുധൻ മാഷ് ആ വഴിയാണ് ഈ വഴി, ഈ സ്കൂളിലേക്കുള്ള വഴി. അദ്ദേഹത്തിന് പഠിപ്പിച്ച സ്കൂളാണ്, അദ്ദേഹത്തിന്റെ കാലം, അദ്ദേഹം ലക്ഷണം എന്ന കാലം ഒക്കെ എൻ്റെ മനസ്സിലെ വളരെ ചെറിയ ഓർമ്മകളാണ്. അദ്ദേഹത്തിന് ഒരു എഴുത്തെഴുതിയത് ഞാൻ എപ്പോഴാണ് ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ. എന്തിനാണെന്ന് അറിയുമോ? അന്ന് സാഹിത്യത്തിന് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ചെറുകഥയ്ക്ക് സമ്മാനം കിട്ടിയ കുട്ടിയല്ല. അന്ന് 250 രൂപയുടെ സമ്മാനം തന്നു. ആ 250 രൂപയ്ക്ക് കുറെ കഴിഞ്ഞിട്ട് കിട്ടിയില്ല. എന്റെ അന്നത്തെ പൊട്ടത്തര, എന്റെ അറിവില്ലായ്മ, ഈ പൊട്ടത്തര തന്നെയാണല്ലോ കഥാകാരമാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ജനറൽ കൺവീനർ സംഘാടകം, അത് ഞാൻ നോക്കിയിരുന്നു. അദ്ദേഹം ആ സോവിനിയറിലേക്ക് വേണ്ടി എന്റെ പടമൊക്കെ വാങ്ങി. ആ സോവിനിയർ ഞാൻ പിന്നെ വർഷങ്ങൾക്ക് ശേഷം കാണുന്നതായിരുന്നു, വളരെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണുന്നതായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് ആ 250 രൂപ കിട്ടിയിട്ടില്ല, സാധിക്കില്ല. അന്ന് 250 രൂപ കിട്ടുന്നത് വലിയ സംഭവമാണ് കേട്ടോ. 1972 കഥ പറയും. അങ്ങനെ ഞാൻ അയച്ചൊരു കത്തിന് മാർക്ക് മറുപടി തരും. അതാണ് എൻ്റെ വലിയ വലിയ എന്നെ സംബന്ധിച്ച് ഇവിടെ നിൽക്കുമ്പോൾ ആദ്യം പറയേണ്ടത്. അത് DE ഓഫീസിൽ പോയി കണ്ടിട്ടാണ് തൃശ്ശൂർ അയ്യന്തൂർ, എൻ്റെ വീടിൻ്റെ അടുത്താണ്. ഞാൻ ഈ കത്തുമായിട്ട് ചെന്നിട്ടുണ്ട്, പക്ഷെ ഇന്നും എനിക്ക് ആ പൈസ കിട്ടിയിട്ടില്ല. ഇതാണ് എൻ്റെ കഥയുടെ തുടക്കം. ഒരു പക്ഷേ ഓർമ്മകളുടെ ഇങ്ങനെ ജീവിതമായിട്ട് എഴുത്തുമായിട്ട് അപ്പൊ ഇങ്ങനെ കിട്ടാതെ പോയ അവസരങ്ങൾ, ഒഴിവാക്കപ്പെടുന്ന സന്ദർഭങ്ങൾ, തിരസ്കൃതരാകുന്ന ജീവിതഘട്ടങ്ങൾ, അവിടെയാണ് അവഗണനയുടെ, പരിഗണന ലഭിക്കാത്ത മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഞാൻ, എൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു. നേരത്തെ സിറ്റിയുടെ നേരത്തെ സെക്രട്ടറി ജില്ലാ പറഞ്ഞല്ലോ, ഞാൻ വായിച്ച പുസ്തകങ്ങളേക്കാൾ ഞാൻ കണ്ട മനുഷ്യരിൽ നിന്നാണ് ഞാൻ സാഹിത്യം പഠിച്ചിട്ടുള്ളത്. അവിടെയാണ് ഞാൻ വായിച്ച പുസ്തകങ്ങളൊക്കെ പിന്നീടുണ്ട്. അതായത് വായനയുടെ അത് തരത്തിലുള്ള ഓർമ്മകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. ഇന്നും പൂർണ്ണതൊന്നുമില്ല. വായന വായിച്ചു വെച്ചിട്ടുള്ള പുസ്തകങ്ങൾ കാണുമ്പോൾ പേടി തോന്നുന്നുണ്ട്. അതെല്ലാ വായനക്കാർക്കും ഉണ്ടാവും. ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് എന്താണ് നമുക്ക് പോകാൻ സമയം കിട്ടില്ല എന്നൊരു തോന്നലുണ്ട്, തീർക്കേണ്ടതുണ്ട്. അത്രമാത്രം പുസ്തകങ്ങൾ നമ്മളെ കാത്തിരിക്കുക, ഒന്ന് തൊടാൻ പോലുമുള്ള സമയം നമുക്ക് കിട്ടുമെന്ന് തീർക്കേണ്ടതുണ്ട്. അപ്പോൾ വായിച്ച പുസ്തകങ്ങളെക്കാൾ ഞാൻ കൊണ്ടുവന്ന മനുഷ്യരുടെ ജീവിതമാണ് ഒരു പക്ഷേ എന്നെ എഴുതാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകുക. ഒരു പക്ഷേ ഇന്നും എന്നിലെ എഴുത്തുകാരൻ എന്തെങ്കിലും എഴുതാൻ നിർബന്ധിക്കുന്നുണ്ടാകുക. അത്രമാത്രം ഞാൻ മനുഷ്യരുമായിട്ട് അവരുടെ ജീവിതമായിട്ട് ഇടപഴകി. അത് എൻ്റെ ഗുണം കൊണ്ടല്ല. ഞാനൊരു നിലയ്ക്ക് ഇൻട്രോവേർട്ടായ മനുഷ്യനാണ്. എനിക്ക് അത്രമാത്രം മനുഷ്യരോട് ഒരേ സമയം ഇടപഴകാനോ ചങ്ങാത്ത പ്രസ്താവിക്കാനോ എനിക്ക് സാധിക്കില്ല. കോളേജ് ഇലക്ഷനൊക്കെ കൂടെ സുരേഷിനെ പോലുള്ളവർ പറഞ്ഞു. അതൊക്കെ ചില വളരെ നിർബന്ധങ്ങൾക്ക് ശേഷം ഞാൻ വന്നതാണ്. അത് എൻ്റെ അച്ഛൻ തന്നൊരു ജീവിതം. അച്ഛൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്. സംഘടനാ പ്രവർത്തനം, രാവിലെ സമയബന്ധമായിട്ട് ജീവിതമല്ല. ഏത് പാതിരയ്ക്കും ഒറ്റ കുട്ടിയിൽ വിളിച്ച് തുറക്കാവുന്ന ഒരു വീട്, ഒരു സ്വകാര്യതയും ഇല്ലാത്തൊരു വീട്, കിടപ്പുമുറിയിലേക്ക് പോയ സദാക്കളും കുട്ടികളും സ്ത്രീകളും കയറി വന്നിരുന്നൊരു വീട്, ഒരുപക്ഷെ അടയ്ക്കാത്തൊരു വീട്. ഇന്നങ്ങനെ പറയുന്നത് അത്യുക്തിയായിട്ട്, അതിശയോക്തിയായിട്ട്, ഒരുപക്ഷെ എൻ്റെ കഥ പറയുന്ന രീതിയിൽ നമ്മൾ കേൾക്കാം. അല്ല, എത്രയോ പാതിരാവുകൾ, എത്രയോ പുലർച്ചകൾ, ഇങ്ങനെയുള്ള ജീവിതം. അത് കടന്നു വരുന്ന സാധാരണക്കാരായ മനുഷ്യർ, അവരുടെ ദൈനംദിന പ്രശ്നങ്ങൾ, അവരുടെ മക്കളെ പോലീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു, അവരുടെ ഭാര്യമാരെ മറ്റെവിടെയോ കണ്ടെത്തിയിരിക്കുന്നു, മിസ്സിംഗ് ആയിരിക്കുന്നു. ഇന്നത്തെ ടെലികമ്മ്യൂണിക്കേഷൻ ഇല്ല, നമുക്ക് പരസ്പരം അറിയാം. അപ്പോൾ ഒരു ആത്മീയകേന്ദ്രമാണ് അത്, ഒരു ആശ്രയം. അവിടെ വരുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നു എന്നതല്ല അതിൻ്റെ അർത്ഥം. അവിടെ പറയാൻ, അവിടെ കേൾക്കാൻ ഒരാൾ അവിടെ ഇരുന്നു. അത് കേൾവിയുടെ പ്രശ്നമാണ്, ഒരു ലിസണിങ്. ആ ലിസണിങ് ആണ് പുതിയ കാലത്ത് ഇല്ലാതായിട്ടുള്ളത്. നമ്മൾ ഒരാളെ സഹിക്കുകയാണ്, ഒരാൾ പറയുന്നത് എപ്പോഴാണ് എത്തിയില്ല, എവിടെ എങ്ങനെയാണ് വരുന്നത്. ആ നിലയ്ക്ക് നമ്മളിലേക്ക് തന്നെ ഇങ്ങനെ അകന്നകന്ന് പോകുമ്പോൾ നമുക്ക് മറ്റൊരു മനുഷ്യനെ, അയാളുടെ സങ്കടങ്ങളെ, അയാളുടെ സ്വപ്നങ്ങളെ, അയാളുടെ സന്തോഷം ഒന്നും നമ്മളെ ബാധിക്കാത്തൊരിടത്തേക്ക് നമ്മൾ അടച്ചു കെട്ടിയ ജീവിതമായിട്ട് മാറാം.
ഇങ്ങനെ അടച്ചു കെട്ടിയ ജീവിതമായിട്ട് മാറുന്നിടത്താണ് ഒരു ദിവസം നമ്മൾ 4 ദുരന്ത വാർത്തകൾ ഒന്നിച്ച് വായിക്കുന്നത്. വാർത്തകളല്ല, ദുരന്തങ്ങളാണ് വായിക്കുന്നത്. ഒരാൾ 3 പേരെ ഒറ്റ വടികൊണ്ട് അടിച്ചു കൊല്ലുന്നു. എന്തിന്? ചോദ്യത്തിന് ഉത്തരവില്ല. എന്തിന്? അപ്പുറത്ത് കല്ലറ ഗോവന്റെ കഥ വായിക്കുന്നതാണ്. അല്ലെങ്കിൽ അതിങ്ങനെ എന്താ പറയുക, ചൂടപ്പം പോലെ പോകുന്ന സീരിയലുകളെ വെല്ലുന്ന തരത്തിലുള്ള TV സ്ക്രോളുകളായിട്ട് വരുന്നു. ഈ ജീവിക്കുന്ന കാലത്താണ് ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ അത്യുന്നതമായിട്ട് ഓരോന്നും അനുനിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന കാലത്താണ്. ടെക്നോളജിയുടെ എല്ലാ സൗകര്യങ്ങളും വെച്ചുകൊണ്ടാണ് കല്ലറകൾ പണിയുന്നത്. കല്ലറകളിൽ പുതിയ അവതാരങ്ങൾ ഉണ്ടാകുന്നത്. നോക്കണം, അപ്പൊ നമ്മൾ എവിടേക്കാണ് പോകുന്നത്? എത്രയോ നേരത്തെ പറഞ്ഞു, ഞാൻ എഴുതിയ കഥകൾ വേണമെങ്കിൽ 100 കൊല്ലം അപ്പുറത്തുള്ള അല്ലെങ്കിൽ 1000 അപ്പുറത്തുള്ള ഓർമ്മകളിൽ നിന്നോ അനുഭവങ്ങളിൽ നിന്നോ കേട്ടറിവിൽ നിന്നോ ഒക്കെ ആകാം. അന്നത്തെ കാലത്തുണ്ടായിരുന്ന പ്രക്ഷോഭങ്ങളുടെയും അതിന്റെ വൈദ്യന്റെ വിശുദ്ധീകരണം, ആ നേട്ടം എവിടെ എത്തി? ഇത് തന്നെ എപ്പോഴും ഇതിലെ എഴുത്തുകാരനെ എപ്പോഴും ഒരു തരത്തിലുള്ള അസ്വാസ്ഥ്യം ഉണ്ടാകും. മറ്റൊന്നാണ് ജാതി. നമ്മൾ ശ്രീനാരായണ പ്രസ്ഥാനത്തെ പറ്റി പറയുന്നു, നവോത്ഥാന കാലത്തെ പറ്റി പറയുന്നു, VTയെ പറ്റി പറയുന്നു, MRTയെ പറ്റി പറയുന്നു, അന്നത്തെ നാടകങ്ങളെ പറ്റി പറയുന്നു, അന്നത്തെ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കേരളം വെറുതെ അല്ല. അട്ടി കൊണ്ടിട്ടും വെയിൽ കൊണ്ടിട്ടും സഹിച്ചിട്ടും ജയിലിൽ കിടന്നത് തന്നെയാണ് ഇന്നത്തെ കേരളം. ഇങ്ങനെ ഒന്ന് കൂടിയിരിക്കാൻ, ഒന്നിച്ചൊന്ന് ഭക്ഷണം കഴിക്കാൻ. സഹോദരങ്ങളെ നമ്മൾ പറയുമ്പോൾ എത്ര ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നു. പക്ഷെ എത്ര വേദനകളും എത്ര സംഘർഷങ്ങളും എത്ര സമരങ്ങളും നടന്ന കഴിഞ്ഞ ജീവിതങ്ങളാണ്. ആ ജീവിതങ്ങൾ തന്ന ബാക്കിവത്വത്തിലാണ് നമ്മൾ സുഷുപ്തിയിലിരിക്കുന്നത്. ആ ജീവിതങ്ങൾ തന്ന സ്വാസ്ഥ്യത്തിൽ കൊണ്ടാണ് നമ്മൾ ഇന്നകത്ത് നിന്റെ ജാതി എന്താണെന്ന് പതുക്കെയും കുറച്ചും കൂടി ഉറക്കുകയും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒത്ത അസംബന്ധമാണ്. നേരത്തെ പറഞ്ഞ പല കഥകളിൽ ദൈവദശമെന്ന് പറഞ്ഞ കഥ കൃത്യമായിട്ട് പുതിയ കാലത്തിന്റെ ഈ കാലത്ത് എങ്ങനെ ജാതി മനുഷ്യന്റെ ചിന്തകളെ, മനുഷ്യബന്ധങ്ങളെ അതിനകത്ത് എങ്ങനെ പ്രവർത്തിക്കുന്നു. നമ്മളെത്ര എന്താ പറയാ ഉത്പതിഷ്ണമാണ്, എത്ര പുരോഗമനവാദിയാണ്, എത്ര ഇടതുപക്ഷക്കാരനാണെന്ന് മേനി നടിക്കുമ്പോഴും പേജസ് പറഞ്ഞതുപോലെ അകത്ത് ഉദാഹരണവും പുറത്ത് ലെനിനും ആയ ഒരു ബന്ധ ജീവിതം, ഒരു വൈദ്യം ഇന്ന് കേരളത്തെ അലട്ടുന്നു. ഈ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാതെ നമ്മുടെ ഇടതുപക്ഷത്തിനോ പുരോഗമന പ്രസ്ഥാനത്തിനോ മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളണമെങ്കിലുള്ള ആദ്യത്തെ വടി, ആദ്യത്തെ ആയുധം നമ്മുടെ ഓർമ്മകളെ തേച്ചു നിൽക്കുക. അവിടെയാണ്. അത് വൈയക്തികമായുള്ള ഓർമ്മകളല്ല. വൈയക്തികമായ ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലേക്ക് പരിപ്രേക്ഷപ്പെടുത്തുമ്പോഴാണ്, പരിവർത്തനം ചെയ്യപ്പെടുമ്പോഴാണ് അതിന് പുതിയൊരു തലം ഉണ്ടാകുന്നത്. അപ്പോഴാണ് വിശപ്പിന്റെ രുചി നമ്മുടെ തലമുറയുടെ രുചി. പക്ഷെ പുതിയ മക്കൾക്ക് അറിയില്ല, അവരുടെ മക്കൾക്ക് തീരെ അറിയില്ല. അത് ശരിയല്ലേ? എത്ര ഇല്ലായ്മകളിൽ നിന്നാണ് നമ്മുടെ ജീവിതം. നമ്മൾ ഓരോരുത്തരും ആ ഒരു ഫൈറ്റുണ്ട്. ജീവിക്കാനുള്ള യുദ്ധങ്ങൾ അത് പോവുകയും ജീവിതം മറ്റെന്തായി മാറുകയും ആ മറ്റെന്തായി മാറുന്നിടത്തേക്ക് ഇന്നലെ നമ്മൾ ആട്ടി ഓടിച്ച അനാചാരങ്ങള്, അയിത്തങ്ങള്, ജാതി ചിന്തകള്, തൊട്ടുകൂടായ്മകള് അങ്ങനെ വളരെ പ്രത്യക്ഷത്തിൽ കടന്നു വരിക. നമ്മുടെ അയൽക്കാരോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുമായിരുന്നു. ഞാൻ നിത്യേന ഉൾക്കൊള്ളുന്ന ഒരു ഉത്കണ്ഠയാണ്. ഒരു സാമൂഹ്യ ജീവി, ഒരു മനുഷ്യ ജീവി, ഒരു മതേതര ജീവി, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഉത്കണ്ഠ കേരളം എത്രമാത്രം ഇങ്ങനെ വിഭജിക്കപ്പെടുന്നു എന്നതാണ്. മലബാർ തിരുകൊച്ചിയും അല്ലെങ്കിൽ ആ ഒരു കാലത്ത് നിന്നൊക്കെ നമ്മൾ യോജിച്ചിങ്ങനെ ഐക്യകേരള പ്രസ്ഥാനം, അതിന്റെ മഹത്തരമായിട്ടുള്ള പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ പറയും, നമ്മുടെ പുറംപൂച്ചുകളായിട്ട് പറയും. പക്ഷെ ഇന്നും ഈ പറയുന്ന ഒരു ഇടവഴിയിൽ നിന്ന് അപ്പുറത്തെ ഇടവഴിയിലേക്ക് പോകുമ്പോൾ മനുഷ്യൻ എങ്ങനെ അപരിചിതരാകുന്നു? പല കാരണങ്ങളുണ്ട്. നഗരവൽക്കരണം സംഭവിക്കുന്നു, ജീവിതത്തിന്റെ ഗതിവേഗങ്ങൾ സ്പീഡ് കൂടുന്നു, സമയം അതിന്റെ ബന്ധിതമായ പഴയ കണങ്ങളിൽ തലകെട്ടി നിൽക്കുന്നില്ല. ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഈ ശരികൾക്കിടയിലും നമ്മൾ നിലനിർത്തേണ്ട ചില ശാഠ്യങ്ങൾ ഉണ്ടാകണം. ആ ശാഠ്യങ്ങളിൽ ഒന്നാമത്തെ പേരാണ് സ്നേഹം, ആ ശാഠ്യങ്ങളിൽ രണ്ടാമത്തെ പേരാണ് ഓർമ്മ, ആ ശാഠ്യങ്ങളിൽ മൂന്നാമത്തെ പേരാണ് അവനവനോടുള്ള സത്യസന്ധത. ഇതാണ് എനിക്ക് എൻ്റെ കഥകളെ പറ്റി പറയാം. ഇതൊക്കെ പറഞ്ഞാൽ എൻ്റെ കഥകളായി. അപ്പൊ ഞാനത് ഇനി ഓരോ കഥയെ പറ്റി പറഞ്ഞാൽ ഇവിടെ അത് വളരെ അസംബന്ധമായിരിക്കും. എന്റെ സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട പൂക്കാസിന്റെ മേഖല സെക്രട്ടറി ശിബിരാജ് മുതൽ അതിനനുബന്ധമായിട്ട് പറഞ്ഞ ചെങ്ങാതി എൻ്റെ സുഹൃത്ത് അനിൽ മുതൽ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന സഹദേവൻ, അതിനെ തുടർന്ന് സംസാരിച്ച അങ്ങനത്തെ ഫസിലെ പോയി തോന്നുന്നു, തുടർന്ന് സംസാരിച്ചിട്ടുള്ള രമ്യ വളരെ കൃത്യമായിട്ട് എൻ്റെ കഥയുടെ ഭാഷ ഒരു ഗവേഷക മനസ്സോടുകൂടി തന്നെ
പുതിയ കാലത്തിന്റെ പുതിയ തലമുറയുടെ ഒരു വായന ഞാനത് കേട്ടു. ഇവിടെ ഇപ്പോഴിരിക്കുന്ന അപർണ എൻ്റെ മകളേക്കാൾ ചെറുപ്പമായിട്ട് കുട്ടിയാണ്. അവരിൽ നിന്ന് പോലും എൻ്റെ കഥകളെ പറ്റി കേൾക്കാൻ കഴിയുക എന്നത് വളരെ വളരെ എന്താ പറയുക, ചാരിതാർത്ഥജനകമായ, എന്തിനും അത്യാവശ്യം സാരമായത് മുന്തിയ സന്ദർഭങ്ങൾ അല്ല, ചില മാത്രകൾ മാത്രം എന്ന് പാടിയിട്ടുള്ളത് വൈലോപ്പിള്ളിമാണ്. അത്ര ഒരു മാത്രമാണ്. ഇവിടെ ഞാൻ എഴുതുന്ന വാക്കുകൾ വെറുതെ വായിൽ പോയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ പോപ്പുലറായിട്ട് വളരെ എന്താ പറയുക, എല്ലാ മാധ്യമങ്ങളും ആഘോഷിക്കപ്പെടുന്ന ഒരു എഴുത്തുകാരനായിട്ടില്ല ഒരിക്കലും, അന്നും ഇന്നും. ഇതിനിടയിൽ പറയട്ടെ, ഇങ്ങനെ പറഞ്ഞു പോകുന്ന ചില കഥകൾ പോലെയാണ് എൻ്റെ പറച്ചിലുണ്ടാവില്ല, ക്ഷമിക്കണം. നേരത്തെ പറഞ്ഞല്ലോ അവിടെ വന്ന് രാജനറിയില്ല, പക്ഷേ അറിയാത്ത ചില വായനക്കാർ എവിടെയോ ഇരിക്കുന്നത്. എനിക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് കത്ത് കിട്ടി, ഇപ്പോഴൊന്നല്ല, വളരെ വർഷങ്ങൾക്ക് മുമ്പ്. എൻ്റെ ചില അദൃശ്യ സാന്നിധ്യങ്ങൾ, ആ തെരഞ്ഞെടുത്ത കഥകളുണ്ട്, അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി. എൻ്റെ സുഹൃത്ത് ഡി അഷ്ടമൂർത്തി സുമംഗലയുടെ മകൻ, സുമംഗല എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയാം, ബാലസാഹിത്യകാരിയാണ്. അവരുടെ മകൻ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുന്നു. അത് മലയാള ലിറ്ററേച്ചർ എന്ന് പറയുന്ന സാഹിത്യ അക്കാദമിയുടെ പുസ്തകത്തിൽ വരുന്നു. അത് വായിച്ചുകൊണ്ട് മറാത്തിയിലുള്ള ധനലക്ഷ്മി ഹെഗഡെ എന്ന് പറയുന്നൊരു സ്ത്രീ, ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ, അന്നും കണ്ടിട്ടില്ല, ഇനി കാണാൻ സാധ്യതയുമില്ല. അവരെനിക്ക് കത്തയക്കുന്നു, ഡയറി കഥ എനിക്ക് മറാത്തിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അതൊരു അനുഭവമാണ്. ഞാൻ അതുപോലെ തന്നെ സുനിത അവിടെ ഇരിക്കുന്നു. സുനിത പക്ഷേ അവർക്ക് ഞാൻ എനിക്ക് അനുസരണത്തിലൊന്നും പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കഥ കേട്ടിട്ട്, ആകാശവാണി വായിക്കുന്ന കഥ കേട്ടിട്ട് തമിഴ്നാട്ടിൽ നിന്ന് സുഹൃത്ത് വിളിക്കുന്നു, എൻ്റെ പേര് രവിചന്ദ്രൻ എന്നാണ്, നിങ്ങളുടെ കഥ എനിക്ക് തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. നമ്മൾ വലിയ സന്തോഷം. ഒരു മറ്റൊരു ഭാഷയിലേക്ക് എഴുത്തുകാരൻ്റെ കഥ കടന്നു വരുന്നു, അവിടെ വായനക്കാരെ കിട്ടുന്നു, ചെറിയ കാര്യമല്ല, നിങ്ങൾ പരിഭാഷപ്പെടുത്തിക്കോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പുസ്തകം അയച്ചു തരണോ? വേണ്ട, ഞാൻ കണ്ണില്ലാത്തവരാണ്, എനിക്ക് വായിക്കാൻ കഴിയില്ല, ഞാൻ കേട്ടിട്ടുകൊണ്ടാണ് നിങ്ങളുടെ കഥയിരിക്കുന്നത്. ഇത് വളരെ വളരെ രണ്ട് കാലത്ത് സംഭവിച്ച, എൻ്റെ എഴുത്ത് ജീവിതത്തിൽ സംഭവിച്ച ഒരുപക്ഷെ പുരസ്കാരങ്ങളെക്കാൾ ഞാൻ എന്നും വിലമതിക്കുന്ന ഒരു അനുഭവം. ഒരു വായനക്കാരൻ എൻ്റെ കഥയെ തിരിച്ചറിയാം. അവർക്കകത്ത് അത് പ്രതിഷ്ഠ പോലെ വരികയാണ്. കഥാപാത്രങ്ങൾ, സന്ദർഭങ്ങൾ, ജീവിതം. അപ്പൊ അങ്ങനെ വളരെ സത്യസന്ധമായ വായനക്കാർ എവിടെയോ ഉണ്ട്. അവർ ഈ കഥകളെ കണ്ടെത്തും, പിടിച്ചെടുക്കും എന്ന് പറയുന്ന ചില പ്രതീക്ഷകളിലാണ് നമ്മുടെ എഴുത്ത് തുടരുന്നത്. പക്ഷെ ആ പ്രതീക്ഷ മാത്രം പോരാ എന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള കൂടിയിരിപ്പുകളുടെ ഒരു വലിയ സാമൂഹ്യമായിട്ടുള്ള ഉത്തരം. അങ്ങനെ എപ്പോഴെങ്കിലും ആരെങ്കിലും വായിക്കട്ടെ, എവിടെയെങ്കിലും കണ്ടത്. എൻ്റെ കഥയെ മാത്രമല്ല, പുതിയ എഴുത്തുകാരുടെ, പഴയ എഴുത്തുകാരുടെ എഴുത്ത് വായന എന്ന് പറയുന്നത് അത് തന്നാണ് നമ്മൾ. അതിൻ്റെ ബാക്കി ഞാൻ നേരത്തെ പറയുന്നത്, അതിൻ്റെ സമൃദ്ധിയിലാണ് നമ്മൾ നിർവഹിച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ ജീവിതം, അതാണ് നമ്മുടെ വാക്ക്. ആ വാക്കിൽ നിന്നാണ് നമ്മൾ എഴുതുന്നത്, അല്ലെ? വാക്ക് ഉച്ചരിക്കാൻ പറ്റാത്തൊരു കാലം, വായിക്കാൻ പാടില്ലാത്തൊരു കാലം, ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ ഈ ഇന്ത്യയിൽ. നമ്മുടെ ഈ കാലഘട്ടത്തിൽ തൊടാൻ പാടില്ല എന്നതുപോലെ തന്നെ നീ അക്ഷരം വായിക്കാൻ പാടില്ല, നിനക്ക് സ്കൂളിൽ പോകാൻ പാടില്ല, നീ പള്ളിക്കൂടത്തിൽ വരാൻ പാടില്ല, ഇങ്ങനെ പാടില്ലായവരുടെ, അരുതായവരുടെ ഒരു കേരളമായിരുന്നു. അല്ലാണ്ട് എത്ര സുന്ദരം, നയന മനോഹരം, എത്ര ദൃശ്യ ചാതുര്യം എന്നൊന്നും പറഞ്ഞ് പാടി പഴകുന്ന പാട്ടിന്റെ കുയിലുകളുടെ ഗാനമൊന്നും ആയിരുന്നില്ല സത്യത്തില് കേരളം. ഈ പറയുന്ന അനാചാരങ്ങളൊക്കെ അത് ഞാൻ ആവർത്തിക്കുകയല്ല. അവിടെ നിന്നാണ് നമ്മൾ പടിപടിയായിട്ട് കയറി, അവിടെ നിന്നാണ് അവസാനം ഉണ്ടാവുന്നത്, അവിടെ നിന്നാണ് നമ്പൂരിയെ മനസ്സിലാകുന്നത്. വീട്ടിലൊക്കെ അനുഭവിച്ചുള്ള കണ്ണീരും കിനാവും. ഒറ്റ പുസ്തകം മതി, അതിലൊരു വരി മതി നമ്മളെ ഒന്നും പൊള്ളിക്കാൻ, അല്ലെ? മാന്മാർക്ക് കൂടാനോ എഴുതി വായിച്ചിട്ട് വീട്ടിൽ തുള്ളിക്കാടി സന്ദർഭമുണ്ട്. എത്ര പേര് അതിന്റെ മനസ്സിലുണ്ടോ എനിക്കറിയില്ല. വീട്ടിലേക്ക് അക്ഷരം വായിക്കാറില്ലേ? അക്ഷരം ജനിച്ചത് വയനായിട്ടാണ്, പക്ഷെ അക്ഷരമില്ല. ഏതോ അമ്പലവാസി, ഏതോ അമ്പലത്തില്, ഏതോ നാട്ടുപുറത്തില്, കൊച്ചുക്ഷേത്രത്തില് വന്ന ഒരു പെൺകുട്ടിയാണ് അക്ഷരം വായിക്കാൻ പഠിപ്പിക്കുന്നത്. ആ കുട്ടി വായിച്ച അക്ഷരത്തിൽ നിന്നാണ് പിന്നെ ഇതിഹാസം ഉണ്ടാകുന്നത്. ആലോചിച്ചു നോക്കൂ, നാടകങ്ങൾ ഉണ്ടാകുന്നത്, മനുഷ്യരെ പുറത്തേക്ക് ഇറക്കുന്നത്, സ്ത്രീത്വത്തിന്റെ അന്തസ് മനസ്സിലാക്കി കൊടുക്കുന്നത്, അന്തർജനങ്ങളുടെ കണ്ണീര് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഈ മറക്കുട, അതിനെപ്പോൾ നല്ല നരകം മറ്റൊന്നുമില്ല. അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ഒരു സ്ത്രീയായിട്ട് ജനിക്കരുത് എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന സ്ത്രീ ജന്മം, കരിന്തല പോലെ. ആ ജീവിതങ്ങളൊക്കെ എഴുതാൻ ഈ മനുഷ്യന് അക്ഷരം വായിപ്പിക്കാൻ, എഴുതാനും പഠിപ്പിച്ചു കൊടുത്തൊരു പെൺകുട്ടി, അല്ലെ? അത് ആദ്യം വായിക്കുന്നത് ശർക്കര കൊടുത്തുകൊണ്ടുവന്ന അമ്പലത്തിൽ നിവേദ്യമായിട്ട് ആരോ, ഇന്നത്തെ അതിന് പൈസയല്ല, ശർക്കര കൊടുക്കുന്നു, അവിൽ കൊടുക്കുന്നു, ഇതിനൊക്കെയാണല്ലോ അത്. അങ്ങനെ പൊതിഞ്ഞു കൊണ്ടുവന്നൊരു കടലാസ് കൊണ്ടിൽ നിന്ന് ഈ മനുഷ്യൻ വായിക്കുകയാണ് മാന്മാർക്ക് കുടകൾ. നോക്കൂ, അത് വെളിച്ചത്തിന്റെയും അക്ഷരം കൊടുത്തൊരു ആത്മജ്ഞാനത്തിന്റെയും ഒരു ബോധോദയമാണ്. ആ ബോധോദയമാണ് കേരളത്തെ ഉണർത്തിയത്. ഇതാണ് നമ്മളിന്ന് മറന്നുപോകും. അക്ഷരങ്ങൾ, പുസ്തകങ്ങൾ എത്രയാണ്,
എണ്ണമുള്ള പുസ്തകങ്ങൾ വരും, എല്ലാ ദിവസവും പുതിയ എഴുത്തുകാരുണ്ടാവും. പക്ഷെ എത്രയാണ് നമ്മുടെ അകത്തെ ഇരുട്ട്, ഒരു വെളിച്ചം അവിടേക്ക് കിടക്കുന്നില്ല. അത് മറ്റൊരു വിഷയമാണ്. അപ്പൊ അങ്ങനെ ഞാൻ രമ്യ പറഞ്ഞതിൽ നിന്നും അപർണ എന്ന് പറയുന്ന ഏറ്റവും പുതിയ തലമുറയെ കുറിച്ച് പറഞ്ഞതിൽ നിന്നും എൻ്റെ പഴയ സുഹൃത്തായ സുനിൽകുമാർ, അതുപോലെ എൻ്റെ ചങ്ങാതിയായിട്ടുള്ള രാജേന്ദ്രൻ, സജീവ് തുടങ്ങി സന്ദീപ്, ഇവരൊക്കെ കഥയെപ്പറ്റി പറഞ്ഞ നല്ല വാക്കുകൾ ഞാൻ മനസ്സിൽ സൂക്ഷിക്കുകയാണ്. കഥകൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതോ മനസ്സുകളിൽ കയറി കൂടുന്നുണ്ട്. രാധാകൃഷ്ണൻ സുബ്രഹ്മണ്യൻ. അപ്പോൾ അവിടെ ആ ഖണ്ഡം നിർത്തുന്നു. അതാണ് എൻ്റെ ഒരു അർത്ഥോക്തിയിൽ ചില വാക്കുകൾ നിർത്തുമ്പോഴാണ് പിന്നീട് വാക്കുകളുടെ പൂർണ്ണതയിലേക്ക് വായനക്കാരായാലും കേൾവിക്കാരായാലും ഉണരുക എന്നൊരു തോന്നൽ എനിക്കുണ്ട്. എല്ലാം പറയുന്നതല്ല, പറയാതെ പറയുന്നതും കേൾക്കാതെ കേൾപ്പിക്കുന്നതുമാണ് അവിടെയാണ്. എല്ലാം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഥയില്ല, അതവിടെ തീരുകയാണ്. ഒരു ക്ലോസ്ഡ് ടെക്സ്റ്റാണ്. പക്ഷേ പറയാതെ ചില ധ്വനികളിലൂടെ, ചില സ്പർശങ്ങളിലൂടെ, നമ്മുടെ അറിയാതെ ചില തൊട്ടാവാടികൾ നമ്മുടെ കാലിൽ തൊട്ട് വാടിപ്പോകുന്ന പോലെ, അറിയാതെ ചില കാരണങ്ങൾ നമ്മുടെ നടന്നു പോകുമ്പോൾ പിടിച്ചു വരുന്നു. അപ്പൊ അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചില്ല. ഇതാ ജീവിതത്തിൽ കഥയെഴുത്തിൽ എന്നെ സംബന്ധിച്ച് ഈ കാലം വലിയ ഒരു തണൽമര പോലെ എന്തായാലും ഞാനത് ആവർത്തിക്കുകയല്ല. MP അനുസ്മരണങ്ങൾ 5 കഴിഞ്ഞു. MP എന്ന് പറയുന്നത് മഹാവൃക്ഷം, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, എഴുത്തിൻ്റെയും വായനയുടെയും അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ആ ഇടത്തിലും എനിക്കൊരു സ്ഥാനം കിട്ടി എന്നത് എൻ്റെ എഴുത്ത് ജീവിതത്തിലെ വലിയ തെറ്റാണ്. ഞാൻ എഴുത്തുകാരനാണ് എനിക്ക് തന്നൊരു ആത്മവിശ്വാസമാണ്. മറ്റൊരാൾ ഈയിടെ നമ്മളൊന്നും പിരിഞ്ഞുപോയ പ്രിയപ്പെട്ട S. ജയചന്ദ്രൻ നായർ എന്ന് പറയുന്ന കലാകൃതിയുടെ എഴുത്തും പിന്നീട് മലയാളം വാരികയുടെ സ്ഥാപിത പത്രത്തിലൂടെ അദ്ദേഹം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് നിൽക്കുന്ന ഈ നിൽക്കുന്ന 60 വയസ്സ് കഴിഞ്ഞ് നിൽക്കുന്ന ഇന്ദ്രാജൻ എന്ന് പറയുന്ന എഴുത്തുകാരനെ എൻ്റെ 25ാമത്തെ 23ാമത്തെ വയസ്സിൽ കഥാമാസികയിലുണ്ട് കഥ കൊടുക്കുകയും നമ്പൂതിരിയെ ചിത്രം വരയ്ക്കുകയും ആ കഥയ്ക്ക് അടിക്കുറിപ്പായിട്ട് തൃശ്ശൂർ അയ്യന്തോൾക്കാരനായ രാജൻ കഥയെ ഗൗരവമായി എടുത്ത ചെറുപ്പക്കാരൻ എന്ന് അന്ന് ഒരു പബ്ലിസിറ്റി ഇല്ലാത്ത എൻ്റെ കഥയിൽ ഇവർ ചില മാനങ്ങൾ കണ്ടിരുന്നു എന്നതാണ് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തരുന്ന ഏറ്റവും വലിയ സാധ്യത. 40-40 വർഷം മുമ്പ് 90-ൽ പലരും പറഞ്ഞു 90-ൽ ആദ്യത്തെ പുസ്തകം വരുന്നത് MP ആണ് പ്രകാശനം ചെയ്തത്. വിശ്വസിക്കാൻ ഇന്നും പലർക്കും പ്രയാസം. MP പ്രകാശനം ചെയ്തു. അന്ന് അദ്ദേഹം വളരെ കുറച്ചേ പുസ്തകങ്ങളിൽ കൊണ്ടിരുന്നു. പക്ഷെ ആ പ്രകാശനം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നു. മറ്റൊരു പുസ്തകത്തിന് അദ്ദേഹം അവതാരിക തന്നു. അതും ചെറിയ കാര്യമില്ല. അദ്ദേഹം വട്ടത്തിൽ ഉത്സവം എടുക്കുമ്പോഴാണ് പറഞ്ഞത് അതായിട്ടുള്ളത് ഞാൻ എഴുതാം. അതിനൊക്കെ തരുന്ന വലിയ ആത്മവിശ്വാസം എൻ്റെ പബ്ലിസിറ്റി അല്ല, എൻ്റെ പോപ്പുലാരിറ്റി അല്ല, പക്ഷേ എന്നിലെ എഴുത്തുകാരൻ അതിനകത്ത് ചില സത്യസന്ധതയുണ്ട്, അതിനകത്ത് ചില ആർജവത്വമുണ്ട്, അതിനകത്ത് ചില ഇൻറ്റഗ്രിറ്റി ഉണ്ട് എന്ന് എന്നെ തന്നെ ബോധ്യപ്പെടുത്തിയ നിമിഷങ്ങളാണ്. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. തീർച്ചയായിട്ടും അപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ എൻ്റെ കഥയെ പറ്റി ചർച്ച ചെയ്ത് വലിയ സന്തോഷം കുറച്ചുകൂടി വായനക്കാരെ എനിക്ക് തന്നു. ഏത് പുരസ്കാരങ്ങൾക്കും ഈ ഒരു പാലമുണ്ട്. ഇന്നലെ വരെ അറിയാത്ത കുറച്ച് പേർ ഇതാരാണ് എന്ന് ശ്രദ്ധിക്കത്തക്ക ഒരു 10 പേരെ കിട്ടുന്നു, വായനക്കാരെ കിട്ടുന്നു. ഇയാൾ കഥ എഴുതുന്നു. അങ്ങനെയൊക്കെയുള്ള ചില പരിചയപ്പെടുത്തലുകൾ ഈ പുരസ്കാരം ഏത് പുരസ്കാരങ്ങൾക്കുണ്ട്. ഒരു ദിവസത്തെ വാർത്തയുടെ ഫലം അതാണ്, അതിൻ്റെ റിസൾട്ട് അതാണ്. എഴുത്തുകാരെ സംബന്ധിച്ച് അതാണ്. അത് കിട്ടുന്ന മറ്റ് പ്രതികളൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ കുറേ കൂടി വായനക്കാരെ എനിക്കിപ്പോൾ ലഭിച്ചിരിക്കും. ഇനി എവിടെയെങ്കിലും ഞാൻ എഴുതുമ്പോഴോ വായിക്കാലോ എന്ന് പറയുന്ന തരത്തിൽ അത് തുറക്കപ്പെടുന്നു. പക്ഷേ ഞാൻ പലയിടങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എഴുത്തുകാരനോടുള്ള പരിചയം, എഴുത്തുകാരനോടുള്ള സൗഹൃദം, അയാളുടെ അയൽക്കാരനാണോ, അയാളുടെ വീട്ടുകാരനാണോ, അയാളുടെ ഒപ്പം പഠിച്ചൊക്കെ ശരി. പക്ഷെ അയാൾ എഴുതിയ ആദ്യത്തെ പാരഗ്രാഫ് കഴിഞ്ഞ് 2ാമത്തെ പാരഗ്രാഫിൽ പോകാൻ ഇതൊന്നും ഒരു ബാധ്യതയല്ല. ഇതൊന്നും ഒരു തരത്തിലുള്ള നിർബന്ധങ്ങളുമല്ല. അവിടെ നിർത്തും. അവിടെ നിൽക്കുമ്പോൾ വായന. അപ്പോൾ വായനക്കാരനെ കൂട്ടിക്കൊണ്ടുവരിക, വായനക്കാരനെ ഇത് നിന്റെയും കൂടി അനുഭവമാണ്, നമ്മുടെ ജീവിതമാണ്, നമ്മുടെ കാലമാണ് എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് എഴുത്തിനെ അതിലേക്ക് സംക്രമിപ്പിക്കാനുള്ള ശേഷിയില്ലെങ്കിൽ, കരുത്തില്ലെങ്കിൽ, അതിൻ്റെ സവിശേഷതകളില്ലെങ്കിൽ, അത്തരത്തിലുള്ള മൗലികതയില്ലെങ്കിൽ വായനക്കാരന് ഒരു ബാധ്യതയില്ല ഈ പുസ്തകം വായിച്ച് അവസാനിപ്പിക്കാൻ. ഏറ്റവും സൗഹൃദം ഒക്കെ വേറെ, പക്ഷെ വായന വേറെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് വായന വളരെ സത്യസന്ധമാകുന്നത്. ആ സത്യസന്ധമായ വായനയിൽ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കകത്ത് ചില വെളിച്ചങ്ങൾ, ചില വിളക്കുകൾ നമ്മളറിയാതെ പൂർത്തിവെക്കുന്നത്. ആ വിളക്കിൽ നിന്നാണ് എത്രയോ നൂറ്റാണ്ടിലെ അന്ധകാരവും നമുക്ക് ഒറ്റ ക്ഷിപ്രനേരം കൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.
PG വായനക്കൂട്ടം എന്ന് പറയുന്ന വലിയ തരത്തിൽ വലിയ സദസ്സുകളിൽ വിഭാവനം ചെയ്ത് കൊണ്ടുള്ള ഒന്നായിരിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ചെറിയ കൂട്ടങ്ങൾ, ചെറിയ എന്താ പറയുക, നമ്മുടെ തരത്തിലുള്ള സൗഹൃദങ്ങൾ, നമ്മുടെ വൈകുന്നേരം, നമുക്കൊഴിവുള്ള കുറച്ച് നേരം വായിച്ചൊരു പുസ്തകം. പക്ഷെ ഇതൊക്കെ അലങ്കാരികമായിട്ട് പറയുന്നത്, ഇതൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ ചെയ്തിരുന്നു. മനസ്സിലായി? രാജീവരോട് പറയുന്നു. കാരണം ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. കാഫ്കയെ പറ്റി, കമുവിനെ പറ്റി, സാറിനെ പറ്റി ഇങ്ങനെ ഈ കാലത്തിന്റെ ആ കാലത്ത് 80കളിൽ സബ്സിക്വദർശനമൊക്കെ ഇങ്ങനെ കൊടുത്തിരിക്കൊണ്ടിരുന്ന ഒരു കാലം. ഇതൊന്നും ആരും നമ്മളെ നിർബന്ധിച്ചിട്ടല്ല. ഇങ്ങനെ കുറെ പുസ്തകങ്ങൾ വരുന്നു, ഇങ്ങനെ കുറെ എഴുത്തുകാർ വരുന്നു, ഇങ്ങനെ കുറെ ദർശനങ്ങൾ വരുന്നു. എൻ്റെ നാട്ടിൻപുറത്ത് എൻ്റെ അമ്പലത്തിന്റെ ആലിഞ്ചുവട്ടിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ 5-8 പേര് ചർച്ച ചെയ്ത കാര്യങ്ങൾ ഇന്ന് ആലോചിക്കുമ്പോൾ ഇന്നത്തെ ഒരു തലമുറയോട് പറഞ്ഞാലും അവർ വിശ്വസിക്കില്ല. ഇത് നിങ്ങൾ പേര് പറയാമോ? അങ്ങനെയാണ് അത്. അപ്പൊ അവിടേക്ക് നമ്മൾ എത്തിപ്പെടുന്ന സന്ദർഭങ്ങളോ സാഹചര്യങ്ങളോ പലതായിരിക്കാം. പല ഘട്ടങ്ങളിൽ പല കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്. പക്ഷെ അവരെയൊക്കെ ഒന്നിപ്പിക്കുന്ന ഒന്നുണ്ട്. അത് ഈ പറയുന്ന വായന, ആ വായന തരുന്ന വലിയ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിലേക്കാണ് പിന്നെ നമ്മൾ കുതിക്കുന്നത്. അതില്ലാത്തവർക്കാണ് നമുക്ക് ഭയം, നമുക്ക് നമ്മളോട് തന്നെയുള്ള സംശയങ്ങൾ, നമുക്ക് നമ്മുടെ ബന്ധങ്ങളോട് തന്നെയുള്ള ആശങ്കകൾ. ആർക്കും ആരോടും ഒരു കടപ്പാടുമില്ല, ഒന്നിനോടും ഒരു ഉത്തരവാദിത്വമില്ല. ഹായ് ബായ് എന്ന് പറഞ്ഞു പോകാവുന്ന തരത്തിൽ ലാഘവത്തോടുകൂടി ജീവിതത്തെയും സന്ദർഭങ്ങളിലേക്കാണ്. ഡൈവോഴ്സ് കേസുകളായിരിക്കും ഇന്നത്തെ കോടതിയിൽ ഏറ്റവും കൂടുതൽ കെട്ടിക്കെടുക്കുന്നത്. അതിർത്തി തർക്കമായിരുന്നു പണ്ട്. ഒരു ഇഞ്ചും ഭൂമിക്ക് ഒരു മരം വീണതിന്, അല്ലേ? നമ്മുടെ കാലത്തിന്റെ ഇന്നിപ്പോൾ അത് ഒരു പക്ഷേ ബന്ധങ്ങൾ എങ്ങനെ വേർപിരിയാമെന്നെടുത്താണ് പുതിയ കാലം. എങ്ങനെ മോട്ടിവേഷൻ, എങ്ങനെ നമ്മുടെ ജീവിതം എങ്ങനെ ജീവിക്കാം, ഇങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകൾ പുതിയ തലമുറ ഓടി വരും. എന്താണ് പുതിയ കോഴ്സുകൾ, പുതിയ ടെക്നോളജി എവിടേക്ക് പോകുന്നു, പുതിയ ശാസ്ത്രം എവിടേക്ക് പോകുന്നു. ശാസ്ത്രം പോകുന്നിടത്തേക്ക് മനുഷ്യൻ എവിടെയാണ്, അല്ലേ? ശാസ്ത്രത്തിന്റെ ഔന്നത്യങ്ങൾ അതുപോലെ അതിലേക്കൊന്നും ഞാൻ പോകില്ല. വേറെ വിഷയങ്ങളാണ്. അപ്പോഴും ഒരു നാളികേരം ഉടച്ചില്ലെങ്കിൽ എവിടെയോ ചില ശൂന്യത ഉണ്ടാവുന്ന തരത്തിൽ പഠിപ്പിക്കുന്ന ശാസ്ത്രം, അല്ലേ? അത് വേറെ വിഷയങ്ങളാണ്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇത് കഥയായാലും സാഹിത്യമായാലും ചരിത്രമായാലും ശാസ്ത്രമായാലും ഇതെല്ലാം പരസ്പര പൂരകങ്ങളാണ്. ഇങ്ങനെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ആഴത്തിലുള്ള ജീവിതത്തിൽ മനുഷ്യാഴ്ച സാധ്യമല്ല. നമ്മൾ എത്ര ശ്രമിച്ചാലും കഴിയില്ല. എത്ര അല്പായുസാണ് നമുക്കൊക്കെ. എപ്പോഴും കഴിഞ്ഞു പോകേണ്ട ജീവിതം വെച്ച് ഈ ഇങ്ങനെ മൺതിരി പോലെ കിടക്കുന്ന, കടൽ പോലെ കിടക്കുന്ന വിജ്ഞാനത്തിന്റെ അനന്തകോടി വിഭാഗിച്ചുകളെ കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പൊ അവിടെ ഒരു തുമ്പ് ഒരു മണ്ണത്തിൽ നിന്നുകൊണ്ട് എങ്കിലും നമ്മൾ ജീവിതത്തെ പറ്റി തീർച്ചയായിട്ടും PG ഗോവിന്ദപിള്ള PG എന്ന ചുരുക്കപ്പേരിൽ നമ്മളൊക്കെ ഒഴുക്കിപ്പെടുന്ന നമ്മുടെ എത്ര പ്രിയപ്പെട്ട ആളാണ്. ഞാൻ ഓർമ്മ പങ്കുവയ്ക്കാൻ ദൈവം തന്നെ അനുവദിക്കണം. ഓർമ്മകളിലാണ് ഒരു പക്ഷേ ഞാൻ ഈ പുതിയ കാലത്തെയും തേച്ചു മുട്ടിക്കൊണ്ടിരിക്കുന്നത്. 1992 പെരുമ്പാവൂരിലെ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനം. അന്നതിൽ ഇവിടെ ആരെങ്കിലും പങ്കെടുത്തിട്ടോ എന്ന് എനിക്കറിയില്ല. ആ സംഭവത്തിലാണ് പെരുമ്പാവൂർ രേഖ എന്ന് പറയുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള EMSന്റെ രേഖകൾ. പെരുമ്പാവൂർ രേഖ എന്നാണ് പിന്നീട് അത് സാഹിത്യത്തിൽ അറിയപ്പെടും. വേറെ ഒന്നുമല്ല, രേഖ കൊണ്ട് ചക്രാടി കൈകാര്യമായി പേടിപ്പിക്കുകയല്ല. കാരണം അതുവരെ പുരോഗമന സാഹിത്യത്തിന് നിയതമായിട്ട് ചില ലക്ഷ്യങ്ങളുണ്ട്. ഇന്നും ആ ലക്ഷ്യങ്ങളുണ്ട്. മനുഷ്യ ജീവിതത്തെ പറ്റിയാകണം, അത് പുരോഗമനപരമാണ്, ജീവിതത്തെ പിന്തിരിപ്പിക്കുന്നതാകരുത്, ഇത്തരത്തിലുള്ള ചില നിർബന്ധങ്ങളുണ്ട്. ശരി, പക്ഷെ അത് എങ്ങനെ പറയാം? രൂപത്തെ പറ്റി, രൂപവും ഭാവവും തമ്മിലുള്ള എപ്പോഴും അത് നമ്മുടെ ശരി ഭാഷയുടെ പുസ്തകം വലിയ വിവാദം ഉണ്ടാക്കിയിട്ടില്ല. അത്തരത്തിൽ ഒരു സാഹിത്യ ക്ലാസ്സിനെ ആ രീതിയിലേക്ക് ആക്കുന്നില്ല. അതിന്റെ ക്രോണോളജി അതിന്റെ ഗണിതമൊന്നും പറയുന്നില്ല. പക്ഷെ ഈ രൂപഭാവങ്ങളുടെ സമ്മിശ്രത്തെ പറ്റി EMS വെച്ച മുൻ നിലപാടുകളെ അദ്ദേഹം തന്നെ തിരുത്തി, ഇതല്ല ശരി, ഭാവത്തെയും കൂടി നമ്മൾ അല്പം മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെ ആവിഷ്കരിക്കപ്പെടുന്നു, എങ്ങനെ പറയുന്നു എന്നത് കൂടി പുരോഗമന സാഹിത്യം ശ്രദ്ധിക്കണം. അതായിരുന്നു ആ രേഖയുടെ ഉള്ളടക്കം. അതാണ് എൻ്റെ അന്തസത്ത. മറ്റും നമ്മളത് പറഞ്ഞിരുന്നില്ല. നിങ്ങൾ മനുഷ്യ ജീവിതത്തെ പറ്റി പറഞ്ഞാൽ മതി. അതിൻ്റെ ഉദ്ദേശമായിട്ടുള്ള മാർക്സിസ്റ്റ് ബുക്കിയുടെ അമ്മയെ പോലെയോ അതുപോലെയൊക്കെ നിങ്ങൾ എഴുതൂ. വിപ്ലവത്തെ പറ്റി എഴുതൂ, രംഗത്തിനെ പറ്റി, അല്ലെങ്കിൽ അതുപോലെ സ്വാതന്ത്ര്യ സമരത്തെ പറ്റി, മുന്നേറ്റങ്ങളെ പറ്റി, പ്രക്ഷോഭങ്ങളെ പറ്റി, കർഷക സമരത്തെ പറ്റി. ഇത് മാത്രമാണ്. അത് മാത്രമല്ല, അതല്ലാത്ത പറയുന്നതും പുരോഗമന സാഹിത്യമാണ്. ആ സാഹിത്യത്തിന്റെ നനവുകൾ, അതിന്റെ ആർദ്രതകൾ, അതിന്റെ പിന്നാമ്പുറങ്ങൾ ഒക്കെ ഒരു പക്ഷേ ഗ്രഹാതുരത വരെ പുരോഗമനത്തിലേക്കുള്ള പാതകളാണ്, അടിപ്പാതകളാണ് എന്ന് തിരിച്ചറിഞ്ഞാണ് 1992 പെരുമ്പാവൂർ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനം. ആരെങ്കിലും ഉണ്ടോ? അവിടെ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ അന്ന് പങ്കെടുത്ത ഒരാളായിരുന്നു.
ഞാൻ അന്ന് പങ്കെടുത്തിരുന്നു. ഞാൻ മാത്രമല്ല, തൃശ്ശൂരിലെ പലരും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അശോകൻ ജലീലുണ്ട്, ഞാനുണ്ട്. പക്ഷെ ഞാൻ പിന്നീട് പുരോഗമന സാഹിത്യ സംഘത്തിൻ്റെയൊക്കെ മുൻ നിര പ്രവർത്തകനായോ ചോദിച്ചല്ല. എനിക്ക് എൻ്റെ വഴികൾ മാറി പത്രജീവിതം നിന്നു. അതൊക്കെ പോട്ടെ, അത് വളരെ പേഴ്സണലൈസ് ചെയ്ത കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ സമ്മേളനത്തിൻ്റെ ചർച്ച വൈകുന്നേരം രാത്രി ഭക്ഷണശേഷം തുറന്നു. ഏതാണ്ട് പുലരുവോളം തുടർന്നു. 2 മണിയൊക്കെ ആയപ്പോൾ പ്രതിനിധികൾ പിരിഞ്ഞു. അപ്പോൾ പലർക്കും പല വീടുകളൊക്കെ പെരുമ്പാവൂർ എന്ന് പറഞ്ഞ പി ജിയുടെ തട്ടമാണ് പുല്ലവഴി. പി ജി എം പി നാരായണപിള്ള അങ്ങനെയുള്ള മഹാപ്രതികളുടെ പ്രദേശമാണ്. പി കെ പി ജിയുടെ അളിയൻ പെങ്ങളുടെ ഭർത്താവാണ്. അപ്പോൾ എല്ലാവരും പിരിയുന്നു. ഞങ്ങൾക്കൊരു വീട് സ്കൂളായതോ പറഞ്ഞു അവിടെയാണ് തൃശ്ശൂർ പ്രതിനിധികൾ കിടക്കേണ്ടത്. അന്ന് എഴുത്തുകാരി CS ചന്ദ്രയുണ്ട്. അവർ സ്ത്രീകളൊക്കെ വേറെ സ്ഥിതിയിൽ മാറുന്നു. ഞാനും അശോകൻ തീരുമാനിക്കുന്നു നമുക്ക് പുറത്തു പോയി കിടക്കേണ്ട, ഇവിടെ തന്നെ ഈ സ്റ്റേജിൽ ഇറക്കിയിട്ടു. ഞങ്ങൾ സ്റ്റേജിൽ ഞങ്ങളുടെ കയ്യിൽ തന്നെ വിരി തിരിച്ച് ഞങ്ങൾ കിടക്കാൻ തുടങ്ങി. ഫാൻ തിരിയുന്നു. കുറച്ച് കഴിയുമ്പോൾ ഗനഗംഭീരമായ ശബ്ദത്തിൽ ആ ഫാനൊന്ന് പുറത്തിടാമോ, അതാണ് ശബ്ദം. അപ്പൊ ഒരു തലമുടി പുറത്തൊരു മനുഷ്യൻ അപ്പുറത്ത് വന്ന് കിടക്കുന്നുണ്ട്. ഞങ്ങൾ സ്വാഭാവികമായിട്ട് പ്രതീക്ഷിച്ചത് അവിടുത്തെ മൈക്ക് ഓപ്പറേറ്റർ ആകാം, അല്ലെങ്കിൽ അവിടുത്തെ മറ്റേതെങ്കിലും തരത്തിലുള്ള അത്തരത്തിൽ ജോലികളുമായിട്ട് ഏത് സമ്മേളനം നടക്കുമ്പോഴും നമുക്കറിയില്ല, അത്ര ആളുകൾ കൂടി ഉണ്ടാവണം. അവർ വന്ന് വിശ്രമിക്കുകയായിരിക്കും. പക്ഷെ അദ്ദേഹം തല ഉയർത്തി നോക്കി ഞങ്ങളെ സ്തംഭിപ്പിച്ചുകൊണ്ട് മനസ്സിലാകുന്നു അത് പി ഗോവിന്ദപിള്ളയാണ്. ആ സ്റ്റേജിൽ സംഘാടകനാണ്, മുഖ്യ സംഘാടകനാണ്. പി ജി സംഘാടകനുമാണ്. പി ജി അന്ന് ആരായിരുന്നു? അതാണ് ആ മനുഷ്യൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതിന് മുമ്പ് സമ്മേളനത്തിൽ സംസാരിക്കുന്നു, ചുറ്റുവലിക്കുന്നു, അതൊക്കെ വേറെ. എൻ്റെ മനസ്സിൽ ഇന്നും 92 രാത്രി മങ്ങാതെ കിടക്കുന്നുണ്ട്. അശോകൻ അത് എവിടെയോ എഴുതിയിട്ടുണ്ട്. കഥയുള്ള വീടുകൾ എന്ന് പറയുന്ന അശോകൻ്റെ വലിയ പുസ്തകത്തിൽ ഈ പറയുന്ന അനുഭവമുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് അനുഭവിച്ചത്. അങ്ങനെയുള്ളൊരു പി ജിയുടെ വായനയെപ്പറ്റി പിന്നെ അനവധി ഞാനത് പറഞ്ഞ അനവധി. സ്വന്തം മകൻ NT രാധാകൃഷ്ണനെ പോലും ഡൽഹിയിലെ പ്ലാറ്റ്ഫോമിൽ നടന്നു കയറി വിളിക്കുന്നത്. ഇദ്ദേഹം കേട്ട് പോകാം, ചെറിയ കുട്ടിയാണ്. പിന്നീട് പാർവതിയുടെ ഇപ്പൊ നമ്മൾ ദേശാഭിമാനിയുടെ പഴയ ന്യൂസ് ആ പാർവതിയുടെ NT കൊണ്ടുപോയി കുട്ടിയെ കുട്ടികൾ മറ്റേ പോലെയുള്ള പുസ്തകങ്ങളുണ്ട്, കടകളുണ്ട്. മനുഷ്യൻ പൊതുരാളായി അദ്ദേഹം പുസ്തകം തപ്പി നടന്നു. ഈ കുട്ടി അവിടെ നിന്നും ദിവസമായിട്ട് വീട്ടിൽ കുട്ടി എത്തില്ല. ഇതൊക്കെ അനുഭവം.